നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒടുവിൽ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ നല്ല നല്ല കഥകളൊക്കെ ആയിരിക്കും കാണുന്നത്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള സത്യം എൻ ജ്വല്ലറിയുടെ മാനേജരായ ഡേവിഡാണ് അബിയുടെ കുഞ്ഞല്ല ചന്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നവ്യനെ അങ്ങനെ വഴിതിരിച്ചു വിട്ടെ. പക്ഷെ ഒടുവില് നവ്യ ആ സത്യത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. അത് മാത്രമല്ല, നയനയെ കൊടുക്കാനായിട്ട് എൻ ജ്വല്ലറിക്കാർ ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് നയനയെ രക്ഷിക്കുന്നത് നവ്യാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. അബി അങ്ങനെ ഒടുവില് എൻ ജ്വല്ലറിയില് ജോലിക്ക് കയറുവാണ്. നവ്യക്കും ജലജിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എൻ ജ്വല്ലറിലേക്ക് ജോലിക്ക് പോകുമല്ലേ അബി. അപ്പൊ അതിൻ്റെതൊരു സന്തോഷം. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. എൻ ജ്വല്ലറി കയറി പറ്റിയ പിന്നെ ഒന്നിനൊന്നിന് വെച്ചിട്ട് കയറ്റുമായിരിക്കും അബിക്ക് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ താൻ അവിടുത്തെ പരസ്യ മോഡലും ആണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. തനിക്കും അബിക്കും കുഞ്ഞിനൊക്കെ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അബി ജോലിക്ക് പോയി കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഈ സമയത്ത് നവ്യക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അബിയില്. കാരണം അബിയുടെ പെരുമാറ്റത്തിലും കാര്യത്തിലും ഒക്കെ. അതുമാത്രമല്ല, ഒരു ദിവസം നവ്യ ക്യാബിനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അബിയും ഡേവിഡും തമ്മിലുള്ള സംസാരം കേൾക്കാനായിട്ട് ഇടയായി. കാരണം ഡേവിഡാണ് അബിയെ രക്ഷിച്ചതെന്നൊക്കെ ഡേവിഡ് അബിയോട് പറയുന്നത് കേട്ടു. ഇങ്ങനെ ചന്തുമോളുടെ കാര്യത്തില് അതെങ്ങനെ പതുക്കെ കേട്ട് കഴിഞ്ഞപ്പോ തൊട്ട് നവ്യയുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഡേവിഡ് സാർ അങ്ങനെ പറഞ്ഞേ? ഇനിയിപ്പം തന്നെ ഇവരിച്ചൊക്കെ ചേർന്ന് വഞ്ചിക്കുവാണോ എന്നൊരു ചിന്ത മനസ്സിലേക്കുണ്ടായി. അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, ഇതിനിടയ്ക്ക് വേറെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഒരുപക്ഷെ അനാമികയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടുമായിരുന്നെങ്കിൽ അനാമിക സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനും എന്ന് അറിയായിരുന്നു. ഈ സമയത്ത് അനാമികയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ആദർശം അവരൊക്കെ ചേർന്ന് അങ്ങനെ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ ഒടുവിൽ അത് നടത്തുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ആ സർജറി. എന്നാലും ഒടുവിൽ അനാമികയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടുന്നുണ്ട്. സംസാരശേഷി തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോ അനാമിയെ കാണാനായിട്ട് നവ്യ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നവ്യ ആ സത്യങ്ങൾ അറിയണേ. ചന്തുമോള് അബിയുടെ മോളാന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും കാലം മറച്ചു വെച്ച ആ വലിയ രഹസ്യം അത് നവ്യ അറിയുവാണ്. നവ്യക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ എൻ ജ്വല്ലറിയുടെ മാനേജരായ ഡേവിഡ് സാറ് MD ആയ ഡേവിഡ് സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? ചന്തുമോള് അബിയുടെ കുഞ്ഞല്ല, DNA ടെസ്റ്റിനകത്ത് അങ്ങനെ തെളിഞ്ഞെന്നൊക്കെ. അപ്പൊ എന്തോ അതിനകത്തൊരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ. പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടെന്ന് കരുതി ഓടിച്ചെന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. സാവധാനം ഇതിന്റെ സത്യങ്ങളൊക്കെ കണ്ടെത്തണം. എന്തൊക്കെയോ ചതികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടെന്നറിയാം. അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അബി അവിടെ മാനേജരായിട്ട് ജ്വല്ലറിലേക്ക് കയറ്റത്തില്ലല്ലോ. അങ്ങനെ അതിന്റെ സത്യാവസ്ഥകൾ കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് അനിയെ മോഹിച്ച് നടക്കുമായിരുന്നു അവന്തിക. ഡേവിഡിന്റെ ഉപദേശമായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്ന് അവന്തിക്ക് മനസ്സിലായി. അനിയാണെങ്കിലോ അവന്തിയെ സാധാരണ ആ വീട്ടിലുള്ള അംഗത്തെ പോലെയാ കാണുന്നത്. അല്ലാതെ അവളോട് പ്രത്യേകിച്ച് പ്രണയമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവന്തിക അങ്ങോട്ട് കൂടുതൽ അടുത്ത് ചെല്ലുന്തോറും അനി ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുക. അവന്തിക്ക് മനസ്സിലായി അവസാനം നവീനയും കിട്ടത്തില്ല അനിയും കിട്ടത്തില്ല എന്നുള്ള കാര്യം. ഇതിന്റെ ഇടയ്ക്ക് ജലജ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നന്ദും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോഴും അവർ തമ്മിൽ പ്രണയം ഉണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടെന്ന്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്തിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയത്ത് ഡേവിഡും നാഗേന്ദ്രനും അന്തയും കൂടെ കൂടി ചേർന്ന് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഇനിയിപ്പം നയനയെന്ന് പറയുന്നവള് അനന്തപുരിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഒരു തിരിച്ചടി കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ അത് ചെറിയ രീതിയിൽ കൊടുത്തിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ്. ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണല്ലോ. അനന്തപുരിക്കാർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനക്കിട്ടൊക്കെ പണി കൊടുത്തിട്ടോ കാര്യമുള്ളൂ. ആദർശനിട്ടും അതൊരു പണി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നയനയെ വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന നാഗേന്ദ്രനായിരുന്നു. നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവന്തിക ഉണ്ടായിരുന്നു കൂടെ. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അത് ശരിയാച്ച നല്ല കാര്യമാണ്. കാരണം കള്ളക്കൊടുത്ത് സ്വർണം നയനെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് പിടികൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ലോ. അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവൾ അകത്താവും. അവൾ അകത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തപുരിക്കാർക്കും അവൾക്കൊക്കെ ഏൽക്കുന്ന ഏറ്റവും വലിയൊരു പണിയായിരിക്കും. അപ്പൊ അവളെ അകത്താക്കണം. അവളാണല്ലോ മൂർത്തി ജ്വല്ലറിയുടെ വലിയ ഡിസൈനർ. അപ്പൊ ഈ വിഷുവിന് അവൾ ഒരു കാരണവശാലും ഡിസൈനിങ് ഒന്നും തയ്യാറാക്കരുത്. അവൾ അകത്ത് കിടക്കണം.
അകത്ത് കിടക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവള് ഡിസൈനിങ്ങും ചെയ്യത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ പറയുന്ന AN ജ്വല്ലറിക്കാർക്ക് പ്രശ്നമില്ല. മാളവിക അടിപൊളി ഡിസൈനറാണ്. അപ്പൊ അതുകൊണ്ട് AN ജ്വല്ലറിക്കാർക്ക് കുതിച്ചുയരാം എന്നൊക്കെ ഒരു ചിന്തകളും കാര്യങ്ങളും ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തി. ഒടുവില് അങ്ങനെ അവരവരുടെ പ്ലാൻ തയ്യാറാക്കുവാണ്. നയന ഒരു ദിവസം പുറത്തു പോവാണ്. അങ്ങനെ പുറത്തു പോണ സമയത്ത് നയനക്കെതിരെ കാറിനകത്ത് കുറച്ച് ജ്വല്ലറി ആഭരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുവാണ് അതിന്റെ ഡിക്കിക്കകത്ത്. അപ്പൊ ഡ്രൈവറും നയനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദർശില്ലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് വഴി വെച്ച് പോലീസുകാർ വാഹനം തടയുവാണ്. അങ്ങനെ വാഹനം തടഞ്ഞു കഴിഞ്ഞ് അവർ ഡിക്കിയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ബാഗ് നിറയെ സ്വർണം കാണുവാണ്. നയന വരെ അന്തം വിട്ടുപോയി. നയന് പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഒടുവിൽ ഡ്രൈവറെ നയനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോവാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നന്ദു പോയി ഈ കാര്യം പറയണേ. നയനെ ആണായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവര് കൂട്ടാക്കില്ല. നന്ദുവിന് മനസ്സിലായി ഇത് ആരുടെയോ ട്രാപ്പാന്ന്. നയനേച്ച് ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലത്. അബിയും കൂടെ കമ്പനിയിലേക്ക് കയറിയതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അബിയുടെയും കൂടെ അറിവോട് കൂടിയിട്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നേ. കാരണം അബിക്ക് വാശിയായിരുന്നു. തന്നെ കുടുക്കിയതല്ലേ ആ നന്ദു എന്ന് പറയുന്നവളൊക്കെ എല്ലാരും ചേർന്നിട്ട്. നയനയ്ക്കും പങ്കുണ്ട്. അപ്പം തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ. അപ്പൊ അബിയാണ് ഇതിന്റെ പിന്നിൽ ചരടുവലികളൊക്കെ നടത്തിയത്. ഒടുവില് നയനെ ലോക്കപ്പിലാക്കുവാണ്. നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനും മുത്തശ്ശനും ഒക്കെ ഭയങ്കര സങ്കടമായി. മുത്തശ്ശനൊന്നും സഹിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ആദർശനും. പോരാത്തന് പ്രഗ്നന്റും കൂടെ അല്ലേ നയന. ആ സമയത്ത് ലോക്കപ്പിൽ കിടക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നന്ദുവിനാണെങ്കിൽ വെപ്രാളമായി. നന്ദു ഓടി നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തെളിവ് സഹിതമാണ് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ പറ്റില്ല. നയന് ജയിലിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അത് ഈ കാരണം കൊണ്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നവ്യക്ക് സംശയമായി. ഒരു കാരണവശാലും നയന അങ്ങനെയും ചെയ്യുന്നവളല്ല. നേരെ പോകുന്നുള്ള പ്രകൃതക്കാരിയാ. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നയനെ ആരോ മനഃപൂർവ്വം കുടുക്കിയതാന്നുള്ള കാര്യം അറിയാം. പക്ഷെ ആരാ എന്താന്നും അറിയത്തില്ല. പിന്നീട് നവ്യ അബിയുടെ സംസാരം കേൾക്കാനിടയായി. അബി AN ജ്വല്ലറിയുടെ MD ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യക്ക് ഒരു കാര്യം മനസ്സിലായി. AN ജ്വല്ലറിക്കാരാണ് ഇതിന്റെ പിന്നിലുള്ളത്. അബി ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നയനെ കുടുക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് നേരെ നവീനെ വിളിക്കുകയാണ്. നവീനെ വിളിച്ചിട്ട് നവ്യ കാര്യങ്ങൾ പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ AN ജ്വല്ലറിക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. അവരാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. പിന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തെളിവ് വേണമല്ലോ, ചുമ്മാ ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ തെളിവുകളെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ നവീൻ പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നവീനോട് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു ശരി, വിഷമിക്കൊന്നും വേണ്ട, എന്താ വേണമെന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം നയനെ പുറത്തിറക്കണം. നയനെ ലോക്കപ്പിലാണല്ലോ. ഈ സമയത്ത് ആദർശനൊക്കെ ഭയങ്കര ടെൻഷൻ. ആദർശൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പുറത്തിറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് നവിയെ വിളിച്ച അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. നവീനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒടുവിൽ നയനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്ത് നവീൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് നയനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നയനോട് പിന്നീട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഒടുവിൽ നവീനാണ് നയനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. അങ്ങനെ ഹാജരാകുന്ന സമയത്ത് നവീൻ അതിന് വേണ്ടുന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അബി AN ജ്വല്ലറിയുടെ MD അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പണി വെച്ചെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ ആ സത്യങ്ങളെല്ലാം പുറത്തു വരുവാണ്. അബിക്കൊട്ടൊക്കെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അബിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? മുത്തശ്ശൻ ഉറപ്പായിട്ടും അവനെ അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യും. പിന്നെ അവൻ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. നയന പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നവീൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവ്യാണ് കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെന്നൊക്കെ. ഒടുവിൽ നവ്യയുടെ അടുത്തേക്ക് നയന വരുന്നുണ്ട്. ഈ സമയത്ത് നവ്യ കാര്യങ്ങളൊക്കെ നയനോട് പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കരുതി ഞാനായിരിക്കും ശരിയെന്ന്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ രക്തത്തെ തിരിച്ചറിയുന്ന പറഞ്ഞോണക്ക് ഒടുവിൽ നയനെ രക്ഷിക്കാണ്ട് നവ്യ ഇറങ്ങി അവർ തമ്മിൽ സെറ്റാവുകയും ചെയ്യുകയാണ്. പക്ഷെ ഇതിന് ഇത്രയൊക്കെ കാണിച്ചുകൂട്ടി AN ജ്വല്ലറിക്കാർക്ക് തിരിച്ച് പണി കൊടുക്കണമല്ലോ. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആദർശൊക്കെ വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. എന്നാണെങ്കിലും വിഷു വരെ കഴിയട്ടെ എന്ന് കരുതിയിട്ടൊക്കെയായിരുന്നു അവരിരുന്നത്. പക്ഷെ നയനെ
പോലീസ് ലോക്കപ്പിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. അത് ആദർശനും നല്ല മൂർത്തി മുത്തച്ഛനും പറ്റുന്ന കാര്യമല്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണ്ടേ. ഒടുവില് നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങള്, കാരണം നവ്യാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ പറയുന്ന AN ജ്വല്ലറിക്ക് മുകളിൽ ആരൊക്കെയുണ്ട് അവരെ കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് കുറച്ച് നവ്യക്ക് അറിയാവുന്ന വിവരങ്ങളൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനിലേക്ക് എത്തുവാണ്. അബിയുടെ അവന്തികയുടെയൊക്കെ അച്ഛനാണ് നാഗേന്ദ്രൻ. അയാളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ AN ജ്വല്ലറിയുടെ MD. ഈ പറയുന്ന ഡേവിഡ് ഒരു ഡെമ്മി പീസ് മാത്രമാണെന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരിക. കുറെ കാലത്തിന് ശേഷം അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ ചേർത്തി അനുജിത്തേക്ക് ഒന്നാണെന്നുണ്ട്. അബിയുടെ കാര്യത്തിനൊരു തീരുമാനമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. നാളെ അല്ല കേട്ടോ, ഇനി വരുന്ന ദിവസങ്ങളിലാണ് കാണാൻ പോകുന്നത്. കാരണം നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ ആഴ്ച ആയിരിക്കും ഇത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.